വോട്ട് ചോരിയെ മുൻനിർത്തി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നടത്തുന്ന നാളത്തെ മഹാറാലിയിൽ SIRഉം പൗരത്വ ഭേദഗതിയും ഉൾപ്പെടെയുള്ള രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളികളെ ഉയർത്തിക്കാട്ടിയുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നു കേൾക്കും. വോട്ട് ചോരിയുടെ കടുത്ത അരക്ഷിതാവസ്ഥ രാജ്യത്ത് ചൂഴ്ന്നു നിൽക്കുമ്പോഴും മോദിയുടെ PR വർക്കിൽ രാജ്യം സുരക്ഷിതമെന്ന് പാടിപ്പുകഴ്ത്തുന്ന മോദി ഭക്തരുടെ ശോഭ കിട്ടുന്ന വാർത്തകളും രാജ്യത്ത് നിറയുകയാണ്. ഭരണം നിലനിർത്താൻ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ തകർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അതികഠോരമായ കുതന്ത്രങ്ങൾ മോദിയെ തന്നെ ഇപ്പോൾ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. BJPയുടെ ഇടനെഞ്ചിൽ ഇടുത്തിയായി രാഹുൽ ഗാന്ധി നടത്തിയ 3 വാർത്താ സമ്മേളനങ്ങൾ രാജ്യം ഞെട്ടലോടെയാണ് എതിരേറ്റത്. ഓരോന്നോരോന്നായി തെളിവുകൾ അക്കമിട്ട് നിരത്തി വലിയ സ്ക്രീനിൽ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് വോട്ട് കൊള്ള ചെയ്യപ്പെട്ടവരെ വേദിയിൽ കൊണ്ടുവന്നായിരുന്നു ചതിയുടെ യഥാർത്ഥ മുഖം രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്. മോദിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജ്ഞാനേഷ് കുമാറിനോ മറുപടി ഉണ്ടായിരുന്നില്ല ഇതിനൊന്നും. തുടർന്ന് രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് വോട്ട് ചോരിയെക്കുറിച്ച് വിശദമായ ജനാവബോധം സൃഷ്ടിക്കാൻ ബീഹാറിലുടനീളം വോട്ടധികാർ യാത്ര നടത്തി. അത് ബീഹാറിൽ മാത്രമല്ല, രാജ്യമൊട്ടാകെ തന്നെ അതിൻ്റെ അലയൊലികൾ വീശിയടിക്കുന്നുണ്ടായിരുന്നു. രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വോട്ട് ചോരിയും SIRഉം പൗരത്വ ബില്ലുമാണെന്നിരിക്കെ പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ശക്തമായി രംഗത്ത് വരികയാണ്. തുടർന്നും കോൺഗ്രസ് വോട്ട് ചോരി ഉയർത്തി പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചുവെങ്കിലും പാർലമെന്റ് ശീതകാല സമ്മേളനം വന്നതോടെ പുറത്തുള്ള പ്രതിഷേധങ്ങൾ തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തു. എങ്കിലും സഭ തുടങ്ങിയ ഡിസംബർ 1 മുതൽ കടുത്ത പ്രക്ഷുബ്ധതയാണ് സഭയിൽ അരങ്ങേറിയത്. സഭയ്ക്കകത്തും കവാടത്തിലും ഭരണപക്ഷത്തെ വിറങ്ങലിപ്പിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പ്രതിപക്ഷം. വോട്ട് കൊള്ളയും SIRഉം പൗരത്വ ബില്ലും എന്ന 3 കാര്യങ്ങൾ മുൻനിർത്തിയാണ് സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷം പ്രതിരോധിക്കുന്നത്. എങ്കിലും രാജ്യം നേരിടുന്ന മറ്റ് പ്രധാന വിഷയങ്ങളായ സാമ്പത്തിക തകർച്ചയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും സ്ത്രീ സുരക്ഷിതമില്ലായ്മയും വിലക്കയറ്റവും കർഷക പ്രശ്നങ്ങളും രൂപയുടെ മൂല്യത്തകർച്ചയും ഇന്ത്യ പാക് യുദ്ധവും ചെങ്കോട്ട ആക്രമണവും തീരുവായുദ്ധത്തിൽ മോദിയുടെ നിലപാടും ഒക്കെ ഉയർത്തിയാണ് കോൺഗ്രസ് നാളെ റാലി രാജ്യത്ത് അവതരിപ്പിക്കുന്നത്. ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയെ കൂടുതലായി ഉണർത്താനും ശക്തിപ്പെടുത്താനും ആസാം, തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കുതിപ്പും ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ഈ റാലി രാംലീല മൈതാനിയിൽ ആരവം തീർക്കാൻ ഒരുങ്ങുന്നത്. മോദിയുടെ മൂക്കിന് മുമ്പിലെ ഡൽഹിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചടക്കിയത് BJPക്ക് ഞെട്ടലുളവാക്കിയിരുന്നു. ഇപ്പോൾ തന്നെ കോൺഗ്രസ് തങ്ങളുടെ മുന്നേറ്റം പല സംസ്ഥാനങ്ങളിലും വ്യക്തമാക്കി കഴിഞ്ഞു. രാജസ്ഥാനിലും തെലങ്കാനയിലും കോൺഗ്രസ് നേടിയ വിജയത്തിൽ മോദിയും സംഘവും ഞെട്ടലിൽപ്പെട്ട് കിടക്കുകയാണ്. നാളത്തെ ഡൽഹി റാലിയിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ മുൻനിരയിൽ റാലിയിൽ അണിനിരക്കും. നാളെ രാംലീല മൈതാനി പുതിയ സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുഖരിതമാവും. രാഹുൽ ഗാന്ധി യുവതയുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ പ്രക്ഷോഭം രാജ്യത്തെ ഇളക്കി മറിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഇലക്ഷൻ കമ്മീഷനും മോദിക്കുമെതിരെ ജൻസിയെ മുൻനിർത്തി നയിക്കുന്ന ഈ പ്രക്ഷോഭം പുതിയ കാലത്തെ പുതിയ ഇന്ത്യയുടെ പുതിയ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടും. ആ ദിവസം രാഷ്ട്രത്തിൻ്റെ മുറിവേറ്റ ആത്മാവ് ചോർന്നൊലിച്ച് തളം കെട്ടിയ ചോരച്ചാലിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച രാജ്യം കാണും. ഇന്ത്യൻ യുവത്വം മുറവിളി കൂട്ടുകയാണ്. തങ്ങളുടെ ഭാവിയെ തന്നെ തുരങ്കം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ അടക്കം RSSൻ്റെ തൊഴുത്തിൽ കൊണ്ടെത്തിച്ച് സർവകലാശാലകൾ വഴി വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർത്ത നയങ്ങൾ നടപ്പിലാക്കുന്ന, തൊഴിലില്ലായ്മ കൊണ്ട് യുവതിയെ വലയിലാക്കുന്ന BJPയുടെ കൗശലം പക്ഷേ യുവജനം തിരിച്ചറിയുകയാണ്. ആ യുവത ഇന്ന് പ്രതിഷേധത്തിൻ്റെ കടുത്ത സ്വരമുയർത്തി കഴിഞ്ഞു. ആ ശബ്ദം നാളെ അവിടെ രാംലീല മൈതാനിയിൽ പ്രതിഷേധ കടൽ തീർക്കും. ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഏറ്റവും ഉദാത്തമായ ഭരണഘടനാ പ്രക്രിയയായ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രാധാന്യത്തിൽ രാജ്യത്ത് നടപ്പാക്കേണ്ടതാണ് എന്നിരിക്കെ അത് ദുരൂഹമായി നടപ്പിലാക്കുന്ന ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്യേണ്ട കടമ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ പാർട്ടികൾക്കുമില്ലേ? അതുതന്നെയാണ് രാഹുൽ ഗാന്ധി രാജ്യത്ത് നടത്തുന്നത്. രാജ്യമാകെ കോൺഗ്രസിൻ്റെ ഈ പ്രക്ഷോഭം അലയടിക്കും. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലാകെ ബീഹാർ മോഡൽ വോട്ടധികാർ യാത്ര നടത്താനുള്ള നീക്കത്തിൻ്റെ വിളംബര റാലിയായിരിക്കും നാളെ രാംലീല മൈതാനിയിൽ സംഭവിക്കുക. ഇന്ത്യയിൽ നഷ്ടപ്പെടുന്ന ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇനി തെരുവിലേക്ക് വ്യാപിക്കും. രാജ്യവ്യാപകമായി ജനരോഷം കത്തിപ്പടരും.
ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യം അത് ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയിൽ ഒരിക്കലും സംഘപരിവാർ പാർട്ടികൾക്ക് വിജയിച്ച് കയറാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് വർഗീയതയുടെ തോഴനായ മോദി തൻ്റെ അധികാര തേർവാഴ്ചയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി വോട്ടുകൾ മാറ്റി അഴിഞ്ഞാടുന്നത്. ഇക്കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കോടതിക്ക് മുന്നിലാണ്. തെരഞ്ഞെടുപ്പ് വ്യാപകമായ ക്രമക്കേട് നടന്നതിനാൽ ഫലം റദ്ദാക്കണം, വോട്ടിംഗ് ശതമാനം അല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തു എന്നതിൻ്റെ കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല, അതും വ്യക്തമാക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഓരോ ബൂത്തിലെയും വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം സംബന്ധിച്ച ഔദ്യോഗിക രേഖയായ ഫോം 17 പ്രസിദ്ധീകരിക്കാൻ കമ്മീഷന് നിർദ്ദേശം നൽകണം. ക്രമക്കേടുകൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നൊക്കെയാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്താകമാനം വോട്ട് കൊള്ള നടത്തി ഭരണം പിടിച്ചെടുക്കാനുള്ള മോദിയുടെയും സംഘത്തിൻ്റെയും നടപടികൾക്ക് ചൂട്ട് കത്തിച്ച് കാവൽ നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ കോടതിയിൽ ശതമാനക്കണക്കല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തു എന്ന കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. അതാണ് ഹർജിയിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോടികൾ വാരി വിതരാൻ ഒരു മടിയും BJP കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലും കർണാടകയിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വോട്ട് തട്ടിപ്പ് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഇതൊക്കെ നാളെ ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ തടിച്ചുകൂടുന്ന ജനസാഗരത്തെ വീണ്ടും ബോധ്യപ്പെടുത്തും രാഹുൽ ഗാന്ധി. നാളെ രാജ്യം ചെവി കൂർപ്പിക്കുന്നത് അലയടിക്കുന്ന കോൺഗ്രസിൻ്റെ ശബ്ദത്തിനാണ്. മോദിയുടെ സിംഹാസനത്തിൽ തട്ടി ആ ശബ്ദം മോദിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും. മോദി ഗ്യാനേഷ് കൂട്ടുകെട്ടിന് പാരിതോഷികമായി രാജ്യം അഴികളാണ് കാത്തുവെച്ചിരിക്കുന്നത്, ജയിലഴികൾ. അതിനായുള്ള ആരവം നാളെ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.